നിലമ്പൂരിലെ CPM തന്ത്രങ്ങൾ മെനയുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്തായാലും 2026 തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ. കയ്യിലുള്ള ഒരു മണ്ഡലം പോകാൻ പാടില്ല, PV അൻവറിൻ്റെ മുൻപിൽ മുട്ടുമടക്കാനും പാടില്ല എന്ന് CPM കാണുന്നുണ്ട്. അതുകൊണ്ട് തന്ത്രങ്ങൾ ഇറക്കും. ആ തന്ത്രങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ്. നിലമ്പൂരിലേത് വിജയനാഥ് പറഞ്ഞതുപോലെ ഒരു പ്രസ്റ്റീജ് മത്സരമാണ്. ഇത് കോൺഗ്രസും CPMും തമ്മിലുള്ള മത്സരമല്ല, മറിച്ച് CPMും PV അൻവറും, ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ വിപുലപ്പെടുത്തി പറഞ്ഞാൽ TMCയും തൃണമൂൽ കോൺഗ്രസും CPMും തമ്മിൽ, TMCയും CPMും തമ്മിലുള്ളൊരു മത്സരമാണ്. രണ്ടുപേരും പ്രസ്റ്റീജ് മത്സരമായിട്ട് കണക്ക്. CPMനെ തറ പറ്റിക്കണമെന്നുള്ളതാണ് PV അൻവറിൻ്റെ ആശയം. അതുപോലെ PV അൻവർ ഒരിക്കലും ഇതിന് ഇവിടെ നിന്ന് ഇനിമേലിൽ ജയിക്കാൻ പാടില്ല. CPM വ്രതമെടുത്തിരിക്കുക, ശപഥമെടുത്തിരിക്കുക, ഭീഷ്മ ശപഥം. അവർക്ക് വേണ്ടി അതിന് TK ഹംസ രംഗത്തുണ്ട്. TK ഹംസ മണ്ഡലത്തിൽ നല്ല സ്വാധീനമുള്ള ഒരാൾ. ഈ TK ഹംസയാണ് PV അൻവറിനെ കൊണ്ടുവന്നത്. അതെ, അദ്ദേഹത്തിൽ ഇപ്പോൾ പശ്ചാത്താപമുണ്ട്, അതിൽ പറ്റിയൊരബദ്ധം എന്നുള്ളൊരു ഇതുപോലൊരു കള്ളനെയാണല്ലോ ഞാൻ കഞ്ഞി കൊടുത്ത് വളർത്തിയെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞു. പക്ഷേ CPM ഇപ്പോൾ കാണുന്നതെന്നറിയാമോ, ഈ അൻവറിനെ തോൽപ്പിക്കുന്നതിലൂടെ അൻവറിൻ്റെ ഒരു വ്യക്തിപ്രാഭവം കൊണ്ടല്ല ഈ മണ്ഡലം, തങ്ങളുടെ പാർട്ടിയുടെ അടിവേരുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അതിൻ്റെ പാർട്ടി മെഷീനറി കംപ്ലീറ്റ് ഉപയോഗിക്കും. പക്ഷേ സ്ഥാനാർത്ഥി ആരാ? സ്ഥാനാർത്ഥി പ്രഭാവമുള്ള ഒരു സ്ഥാനാർത്ഥിയെ വയ്ക്കാൻ അവർക്കില്ലെന്നുള്ള വലിയൊരു വൈഷമ്യം അവിടെ ഉണ്ട്. കുറേ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഊഹാഭോഗങ്ങൾ മാത്രമാണത്. അവർ പറയുന്നതിൽ ഒരു പേര് സ്വരാജിനെ അവിടെ ഇറക്കും, സ്വരാജ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മൊത്തം ചുമതലയുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ആ സ്വരാജിനെ അവിടെ ഇറക്കി. സ്വരാജ് ആകുമ്പോൾ ഒരു മതനിരപേക്ഷൻ, നിലമ്പൂരുകാരനാണ്. അതുപോലെ തന്നെ മുസ്ലിം പ്രീണനത്തിന് മിടുക്കനായിട്ടുള്ള ഹിന്ദുത്വ പരിവാർ സംഘങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരാളെന്നൊക്കെയുള്ള പരിവേഷമുണ്ട്. പിന്നെ അവർ കാണുന്ന മറ്റൊരു പ്ലസ് പോയിന്റ് 2016 തൃപ്പൂണിത്തറയിൽ K ബാബുവിനെ തോൽപ്പിച്ച സ്വരാജ് എന്നുള്ളതും കാണുന്നുണ്ട്. അതെ, ഒരു അട്ടിമറിക്കാരൻ. 2021 K ബാബു തിരിച്ചു പിടിക്കുകയും ചെയ്തു. അതെ, ജായിന്റ് കില്ലർ. അല്ല, അത് സ്വരാജ് സമ്മതിച്ചു കൊടുത്തിട്ടില്ല. അത് വർഗീയ പ്രീണനം നടത്തിക്കൊണ്ടാണ് എന്ന് പറഞ്ഞ് കേസ് നിൽക്കുന്നത്. അതെ, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്നും പറഞ്ഞ് കേസ് കൊടുത്ത് ഫൈറ്റ് ചെയ്തു പുള്ളി. തെരഞ്ഞെടുപ്പിന് ശേഷവും ഫൈറ്റ് ചെയ്തു. അതെ, ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് കോൺഗ്രസ്സിൽ സ്വരാജിനെ അവിടെ നിർത്തട്ടെ, സ്വരാജ് വരുവോ പോവുകയോ ചെയ്യും. പക്ഷേ കോൺഗ്രസ്സിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് ഒരു മത്സരം നടക്കുക. അവിടെ പ്രശ്നം ഷൗക്കത്തും ജോയി, VS ജോയി, ഷൗക്കത്ത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ആര്യാടൻ ഷൗക്കത്ത് ഞാൻ പാർട്ടിയിൽ തന്നെ തുടരുമെന്ന് പറഞ്ഞെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണ് ഈ മണ്ഡലത്തിൽ തന്നെ. നമുക്കറിയാം, പട്ടാമ്പിയിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ടൊരു സ്ഥാനചലനം നൽകാൻ നോക്കി VS ജോയി ഇവിടെ അവതരിപ്പിക്കാൻ. പക്ഷേ പറഞ്ഞു, എനിക്ക് മതി, എനിക്ക് ഈ മണ്ഡലം മതി. കാരണം അവർക്ക് അവിടെ വേരുണ്ട്. ആര്യാടൻ മുഹമ്മദിന്റെ പാരമ്പര്യം. ആര്യാടൻ മുഹമ്മദ് ആയിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ ജയിച്ചു പോകുമായിരുന്നു, സംശയമൊന്നുമില്ല. അതുപോലെയാണ് പണ്ടൊരിക്കലെ കേന്ദ്ര നേതൃത്വം ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിയിൽ നിന്ന് മാറ്റുക, നിയമത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. നിയമത്ത് കൊണ്ടുവരാൻ പുതുപ്പള്ളിക്കാർ സമ്മതിച്ചില്ല. പുതുപ്പള്ളിക്കാരെ ഞങ്ങളുടെ കുഞ്ഞുഞ്ഞിനെ ഇവിടുന്ന് മാറ്റാൻ ഞങ്ങളെ സമ്മതിക്കില്ല. വാസ്തവത്തിൽ മിടുക്കനായ കുഞ്ഞുഞ്ഞിൻ്റെ കുഞ്ഞാണ് വിഴിഞ്ഞം. അതെ, കുഞ്ഞുഞ്ഞിൻ്റെ കുഞ്ഞ്. അങ്ങനെ ഒരു ആളിനെ കേരളത്തിൽ എവിടെ ധരിപ്പിച്ചാലും അദ്ദേഹം ജയിക്കും. പക്ഷേ ആ മണ്ഡലം വിട്ടുപോകാൻ മനസ്സില്ല. അതുപോലൊരു മനസ്സാണ് ആര്യാടനുണ്ടായിരുന്നത്. അതുപോലൊരു മനസ്സാണ് ആര്യാടൻ ഷൗക്കത്തിനുമുള്ളത്. അവിടെയാണ് ഈ പ്രശ്നം കിടക്കുന്നത്. പക്ഷേ ഷൗക്കത്തിന് ഇപ്പം സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തായാലും UDF അനുകൂലമായ ഒരു തരംഗം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ആ വിജയം വെച്ചുകൊണ്ട് 2026 വീണ്ടും മത്സരിക്കുകയും അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ നന്നായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് കാണുന്നുണ്ട്. ഇപ്പം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഷൗക്കത്തിൻ്റെ കാര്യം തീർന്നു. ഇവിടെ ഓർക്കേണ്ട കാര്യം വളരെ ശരിയാണ്. ഇപ്പം ഈ വയനാട് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ ഈ മണ്ഡലം കൊടുത്തത് ഭൂരിപക്ഷം എത്ര എന്നറിയോ? 65,132 റെക്കോർഡാണ് ഭൂരിപക്ഷം. ആ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവരുടെ ഒരു വിചാരം. പക്ഷേ പാളിപ്പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? മറ്റേ ദേശീയ കോൺഗ്രസ്സിന് കൊടുക്കുന്നൊരു വോട്ടാണ്. ഇത് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പെർഫോമൻസിന് കൊടുക്കുന്ന വോട്ടാണ്. അവിടെയാണ് ഈ വ്യത്യാസം വരുന്നത്.
BJP ആ ഒരു പാറ്റേൺ ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലേ ലോക്സഭ നിയമസഭ. അവിടെയാണ് കോൺഗ്രസിന് പരാജയം വാങ്ങുന്നത്. അവിടെയാണ് BJPയുടെ കണക്ക് കൂട്ടൽ നടക്കാതെ പോകുന്നത്. ഇതാണ് പാറ്റേൺ മാറിപ്പോയി. പാറ്റേൺ മാറി എന്ന് പറഞ്ഞ കാര്യം എന്താ? VD സതീശൻ ഇയാൾ വന്നിട്ട് എന്താ ഗുണമെന്ന്? ഇത് പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. എന്തെല്ലാം നല്ലപോലെ സ്കോർ ചെയ്യാവുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഇയാൾ ചുമ്മാ മേക്കപ്പും ചെയ്ത് വേണ്ട പിന്നെ എന്താ പറയുന്ന ആളാക്കി തേച്ച കതർ ഷർട്ട് ഇട്ടുകൊണ്ട് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. മുഖമൊക്കെ പുട്ടപ്പ് ചെയ്തിട്ട് പോയിട്ടും മേക്കപ്പ് ഇട്ട് പോയിട്ടും ഒരു കാര്യമില്ല. അവർക്ക് വേണ്ടത് ആര്യാടൻ മുഹമ്മദിനെ പോലുള്ള നേതാക്കളെയാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുടി പോലും ചെയ്യാത്ത നേതാക്കളെയാണ്. മുടി ചെയ്യാതിരുന്നതുകൊണ്ട് കാര്യമില്ല. ജനസേവനം ചെയ്യുന്ന ആൾക്കാരെ, അല്ലാതെ ഷോ കാണിക്കാൻ വരുന്ന ആൾക്കാരെ ജനങ്ങൾക്ക് താല്പര്യമില്ല. അന്ന് അവർ ചെയ്ത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഗാന്ധി കുടുംബത്തിനും നെഹ്റു കുടുംബത്തിനും ചെയ്ത വോട്ട് ആണേ. മതേതരത്വത്തിനും വേണ്ടി ചെയ്ത വോട്ട്. BJP ഇപ്പോൾ മുസ്ലിങ്ങളെ എല്ലാം വിടുന്ന പായ്ക്ക് ചെയ്യും എന്നുള്ള ഒരു പേടിയിൽ ചെന്ന് വന്നാൽ അവരുടെ തന്നെ സുരക്ഷിതത്വത്തിന് വേണ്ടി ചെയ്തത് വോട്ട്. ഇപ്പോഴതല്ല സ്ഥിതി. ഈ പിണറായിക്കെതിരായിട്ട് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിണറായിയാണ് ഇപ്പോൾ ഏറ്റവും പരിവാർ സംഘത്തിനെതിരെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളുടെ രക്ഷകൻ എന്ന് പറയുന്നതും പിണറായി ആണെന്നൊരു ധാരണയുണ്ട്. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പം മുസ്ലിം ലീഗ് ഉണ്ട്, ശരിയാണ്. മുസ്ലിം ലീഗ് ശക്തമായിട്ടുണ്ട് മണ്ഡലത്തിൽ, അവരുടെ സ്വാധീനവും ഉണ്ട്. ആ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനമെന്ന് പറയുന്നതിനെ കടത്തി വെട്ടുന്ന തരത്തിൽ PV അൻവറിന് സ്വാധീനമുണ്ട്. ആ ഫാക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ PV അൻവർ എന്ന് പറയുന്ന ആൾ പ്രിഫർ ചെയ്യുന്നത്, അത് മുമ്പേ അയാൾ പറഞ്ഞു പോയി, അത് പ്രസ്റ്റീജായി തീർന്നു. ആരെയാണ്? VS ജോയി എന്ന് പറയുന്നത് മലമ്പുഴയിലെ VS അച്യുതാനന്ദനെ വിറപ്പിച്ച ഒരാളാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരാൾ ഈ മണ്ഡലത്തിലും നല്ല ശരിക്ക് പ്രയത്നിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടൊരു മുദ്ര, ഫുട് പ്രിൻ്റ് ചെലുത്താൻ സാധിക്കും. കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടലതാണ്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ വിട്ടുകഴിഞ്ഞാൽ പരമ്പരാഗതമായി ആര്യാടന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൻ്റെ അവിടെ ചോർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ്. പക്ഷേ CPM-കാർ നോക്കിയിരിക്കുകയാണ്, ഷൗക്കത്തിന് അവിടെ സീറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നെറ്റ് പല വിരിച്ചിരിക്കുക, പാലക്കാട്ട് പോലെ മറ്റൊരു സരിന് അത് പല വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മളിങ്ങനെയുള്ള സിറ്റുവേഷൻ ഇംഗ്ലീഷിൽ പറഞ്ഞ് ക്യാച്ച് 22 സിറ്റുവേഷൻ. ഏത് സൊല്യൂഷനിലേക്ക് പോയാൽ അതൊരു പ്രശ്നത്തിലേക്ക് അവസാനിക്കും. അപ്പോൾ അത്തരം ഒരു പ്രതിസന്ധിയെ അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട് അവിടെ. അതാണ് കോൺഗ്രസിൻ്റെ ഒരു പരാജയം അവിടെ. പിന്നെ PV അൻവറിന് കാര്യം പരിഹാരമായിട്ട് VS ജോയി വെച്ചു എന്നിരിക്കുമ്പോഴാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാകും. ഇനി നിങ്ങൾ VS ജോയിയെ വെച്ചു എന്നിരിക്കും, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇപ്പുറത്ത് ആര്യാടൻ മുഹമ്മദിൻ്റെ വോട്ടുകൾ, അദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ട കുറേ നേതാക്കൾ ഇപ്പോഴും ഉണ്ട്, പ്രാദേശിക നേതാക്കൾ, അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു വിയോജിപ്പിൻ്റെ വോട്ടുകൾ അവിടെ വരും. അപ്പോൾ ഒരു ക്യാച്ച് 22 പരിഹാരമുണ്ട്. എന്ത് വന്നാലും PV അൻവർ UDF-ലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. പക്ഷേ TMC ആയിട്ട് വന്നുകൂടാന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തായിട്ട് വരും? അപ്പോൾ ഇനി DMK-യിലും ഒക്കെ പോയി നോക്കി DMK രൂപവൽക്കരിച്ച PV അൻവറിന് ഇനി ഒരു പാർട്ടി മാറ്റം കൂടി നടത്തേണ്ടതായിട്ട് വരുമെന്നാണ് നൽകുന്ന സൂചനകൾ. അങ്ങനെ അദ്ദേഹത്തിനെ മാമോദീസ മുക്കി UDF-ലേക്ക് എടുക്കുക. ഇത് മാർഗ്ഗമേ ഉള്ളൂ വഴി. ആ മാമോദീസ മുക്കി എടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായ VS ജോയിയെ അദ്ദേഹമായിട്ട് രഞ്ജിപ്പിൽ വന്നിട്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര ആയിരുന്നു ഭൂരിപക്ഷം? PV അൻവറിന് 2700 അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഭൂരിപക്ഷം. അതിനു മുമ്പ് 2011 12,000 വോട്ടിന്റെ അടുപ്പിച്ച് ഭൂരിപക്ഷം. അന്നേരം CPM-ന്റെ പിന്തുണയുള്ളപ്പോഴാണ്. അപ്പം ശക്തി അത്രയേ ഉള്ളൂ CPM-ന്റെ. അപ്പോൾ UDF-ന് ജയിക്കാനുള്ള ഒരു പഴുത് അതിൽ കൂടി നമുക്ക് കാണാൻ കഴിയും. 2000 വോട്ടിനെ മറികടക്കാൻ ഈ VS ജോയിക്ക് കഴിഞ്ഞാൽ മനസ്സിലായോ? പിന്നെ PV അൻവറിനും കഴിഞ്ഞു. PV അൻവറിന് ഒരു 4000 വോട്ടെങ്കിലും അവിടെ കിട്ടും, വ്യക്തിപരമായിട്ട് കിട്ടും. അപ്പോൾ ഒരു 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അത്തരത്തിലൊരു, പക്ഷേ അവിടെ വലിയൊരു ആത്മാവ് വേദനിക്കുന്നുണ്ട്. ആര്യാടൻ മുഹമ്മദിൻ്റെ ആത്മാവും ഷൗക്കത്തിൻ്റെ ആത്മാവും ഒരുപോലെ വേദനിക്കും. ബന്ധുനേർ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ക്യാച്ച് 22 സിറ്റുവേഷൻ. പക്ഷേ പ്രായോഗികമായിട്ട് എനിക്ക് തോന്നുന്നു VS ജോയിയിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആര്? കോൺഗ്രസ്സുകാർ VS ജോയിയിലേക്ക് പോകാൻ സാധ്യത കാണുന്നുള്ളൂ. പിന്നെ ഈ ട്രാപ്പ് ചെയ്യുന്നതിൽ CPM-ന്റെ മിടുക്ക് പോലെ ഇരിക്കും. ആര്യാടൻ ഷൗക്കത്തിനെ ട്രാപ്പ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാരണം. പിന്നെ
തോമസ് മാത്യു എന്ന് പറഞ്ഞ കഴിവുറ്റ ഒരു ചെറുപ്പക്കാരനുണ്ട് അവിടെ. ആര്യാടനെതിരെ മത്സരിച്ചത്. അതെ, ആര്യാടനെതിരെ മത്സരിച്ച് അയാളുടെയും കാര്യം അവർ സ്വരാജിന് കൂടാതെ നോക്കുന്നുണ്ട്. അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനം. ഇതുപോലുള്ള അടിപിടിയൊന്നും ഉണ്ടാവില്ല. അതൊന്നും അവരങ്ങ് പ്രഖ്യാപിക്കും, അത്രേ ഉള്ളൂ. അത് ചർച്ച ചെയ്ത് ഒരു തീരുമാനിക്കും. ആ ഒരു സംസ്കാരം കോൺഗ്രസിന് ഇതുവരെ ഇല്ലെന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.